كفاني علم ربي من سؤال. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ജിന്നിൻ്റെ സാന്നിധ്യമുള്ള, അത് പിശാചുക്കളാകട്ടെ അതല്ല സ്വാലിഹ്യങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള ജിന്നുകളാകട്ടെ, അത് ഞാൻ വേർതിരിച്ച് പറയുന്നില്ല. പൊതുവിൽ ജിന്നുകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. ആ ലക്ഷണങ്ങളിൽ ചിലത് നമ്മൾ പറഞ്ഞു, മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ അധികവും മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന പിശാചുക്കളായ ജിന്നുകളുടെ ഭാഗത്തു നിന്നാണ് മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവുക. ആ പ്രയാസങ്ങളെയാണ് നമ്മൾ ലക്ഷണങ്ങളായിട്ട് വിലയിരുത്തുക. അപ്പോൾ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ് സാമ്പത്തികമായ തകർച്ച. ചിലപ്പോൾ നല്ല ബിസിനസ്സോ ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ കയ്യിൽ പൈസ നിൽക്കുകയില്ല, അതിലൊരു ബർക്കത്ത് ഫീൽ ചെയ്യുകയില്ല. അതല്ലെങ്കിൽ കൃത്യമായ ജോലി അല്ലെങ്കിൽ തൊഴിൽ, ബിസിനസ്, ഇതിലൊന്നും വേണ്ട വിധത്തിലുള്ള പുരോഗതി ഉണ്ടാവുകയില്ല. മാറി മാറി ജോലി ഒന്നിനു പുറകെ ഒന്നായിട്ട് നഷ്ടപ്പെടുക എന്ന ഒരു സാഹചര്യം നിലനിൽക്കാം. അതുപോലെ തന്നെ വീടുകളിൽ സ്ത്രീകളിൽ മാസമുറ തെറ്റുക, അതും കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ പുരുഷന്മാരിൽ കൗണ്ടിങ് കുറയുക, സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഗർഭിണികളിൽ ഗർഭം അലസിപ്പോകുക. പലപ്പോഴും ഗർഭധാരിയാവും, പക്ഷേ ഗർഭം നിലനിൽക്കാതെ 1-2 മാസത്തിനുള്ളിൽ അത് അലസിപ്പോവുക എന്നുള്ള ഒരു നിരന്തരമായ പ്രക്രിയ തുടരുന്നൊരു സാഹചര്യം. ഇതും ജിന്നിൻ്റെ സാന്നിധ്യം വരുന്ന വീടുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം നിരവധി ലക്ഷണങ്ങൾ പലപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീണ്ടും ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. സിഹിറാണോ, ബന്ധുക്കളിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ നിഗൂഢമായ രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കൂടോത്രപ്പണികളാണോ എന്ന തെറ്റിദ്ധാരണ പരക്കുന്നതിനും അത്തരത്തിലുള്ള പരസ്പരമുള്ള ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമാകാറുണ്ട്. എന്നാൽ അധികവും ജിന്ന് സാന്നിധ്യമുള്ള വീടുകളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ നിലനിൽക്കുന്നത്. വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال.